പ്രകൃതിയുടെ സംഹാരതാണ്ഡവത്തിൽ തുടച്ചു നീക്കപ്പെട്ട ഒരു നാട്. കുടുംബവും വീടും സകല സമ്പാദ്യങ്ങളും നഷ്ടമായി ഒറ്റപ്പെട്ടുപോയ മനുഷ്യരുടെ വിറങ്ങലിച്ച വിലാപങ്ങൾ. പുതുജീവിതത്തിൻ്റെ പച്ചപ്പിലേക്ക് ആ നാടിനെയും അവശേഷിച്ച മനുഷ്യജീവനുകളെയും തിരികെ എത്തിക്കാനുള്ള വലിയ പരിശ്രമത്തിൽ എല്ലാ ഭേദചിന്തകളും മാറ്റിവെച്ച് ഏക മനസ്സോടെ കൈകോർക്കുകയാണ് നന്മയുടെയും മനുഷ്യസ്നേഹത്തിൻ്റെയും ഉറവകൾ വറ്റാത്ത കേരള മനസ്സുകൾ. കേരളത്തെ വിഴുങ്ങിയ രണ്ട് മഹാപ്രളയങ്ങളുടെ ഭീതിതമായ ഓർമ്മകൾ മായും മുമ്പ് നാടിനായി വീണ്ടും ഒരു ഒത്തുചേരൽ. തോടുകളെ വൻ നദിയാക്കിയുള്ള മഴവെള്ളപ്പാച്ചിലിൽ ഒഴുകി നടന്ന മൃതദേഹങ്ങളും ശരീരാവശിഷ്ടങ്ങളും, കാടുകളിലും മേടുകളിലും കുടുങ്ങിപ്പോയ മനുഷ്യരെ കണ്ടെത്തി രക്ഷപ്പെടുത്താൻ ജീവൻ പണയം വച്ചുള്ള രക്ഷാപ്രവർത്തനം. ഒപ്പം ജീവന്റെ തുടിപ്പുകൾക്കും ജീവശ്വാസത്തിന്റെ നേർത്തുരിഞ്ഞരക്കത്തിനു പോലും പ്രതീക്ഷയോടെ കാതോർക്കൽ. ഒന്നിച്ചു കൈകോർത്ത് സൈന്യവും പോലീസും ഫയർഫോഴ്സും സന്നദ്ധ സേവകരും. ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയ പാലത്തിനു പകരം കനത്ത മഴയെയും പുഴയിലെ കുത്തൊഴുക്കിനെയും അതിജീവിച്ച് ഒരു രാവും പകലും കൊണ്ട് ഒരു മനുഷ്യ മഹാപ്രയത്നം. ബെയിലി പാലം അഥവാ പട്ടാളപ്പാലം. ചൂരൽമലയിലെ പാലം തകർന്നതോടെ മുണ്ടക്കൈ ഒറ്റപ്പെട്ടത് രക്ഷാപ്രവർത്തനങ്ങളെ ബാധിച്ചപ്പോഴായിരുന്നു. സൈന്യം നദിക്കു കുറുകെ 190 അടി നീളത്തിലുള്ള പാലം നാട്ടുകാരുടെ കൂടി സഹായത്തോടെ പണിതു. പൂർത്തിയായ പാലം ഭാരത് മാതാ കി ജയ് വിളികളോടെ തുറന്നു നൽകിയ സൈനികരെയും സന്നദ്ധ സേവകരെയും നമിക്കാം. ഒപ്പം മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പ്രതിപക്ഷ നേതാവിന്റെയും നേതൃത്വത്തിൽ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളെയും. ദുരന്തവും രാഷ്ട്രീയ കണ്ണോടെ കണ്ട മറ്റുള്ളവർക്ക് മേൽ പഴിചാരുന്നതും ദുരിതബാധിതർക്കായി നീളുന്ന സഹായഹസ്തങ്ങളെ പിന്തിരിപ്പിക്കുന്ന ക്രൂരവിനോദങ്ങളും കേരളം കണ്ടു. ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തോറ്റു എന്നാണ് സിനിമയാക്കപ്പെട്ട ജി വിവേകാനന്ദന്റെ കഥയുടെ പേര്. പക്ഷേ വയനാട്ടിലെ ദുരന്തഭൂമിയിൽ മനുഷ്യനൊപ്പം ശാസ്ത്രവും തോറ്റു. കേന്ദ്രം മുൻകൂട്ടി നൽകിയ അപകട സൂചനകൾ കേരളം അവഗണിച്ചതായി. ദുരന്തത്തിന്റെ പിറ്റേന്ന് പാർലമെന്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉന്നയിച്ച ആരോപണം അനുചിതമായി. വയനാട്ടിൽ അതിതീവ്ര മഴയുടെയോ ഉരുൾപൊട്ടലിന്റെയോ ലാഞ്ചന പോലും ഉള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പോ ജിയോളജി വകുപ്പോ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അത് ശരിവെക്കുന്നതായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മേധാവി മൃത്യുഞ്ജയ് മഹാപാത്രയുടെ വിശദീകരണവും. ദുരന്തത്തിൽ വയനാട്ടിൽ അവശേഷിച്ചവർക്ക് പുതുജീവനും കിടപ്പാടവും ഒരുക്കാൻ കൈമേ മറന്നുള്ള സഹായങ്ങളാണ് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചലച്ചിത്ര മേഖലയിലും രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളിലും സ്ഥാപനങ്ങളിലും നിന്നുൾപ്പെടെ പ്രവഹിക്കുന്നത്. നന്മ ചെയ്യാനായില്ല എങ്കിലും അതിനെ തടയാതിരിക്കുക എന്ന മനുഷ്യത്വ സമീപനം പോലും മറക്കുന്നത് രാഷ്ട്രീയ തിമിരം ബാധിച്ചവരുടെ മനോവൈകല്യമായി കരുതാം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നതിനാലാണ് ചിലർക്കൊക്കെ എതിർപ്പ്. അങ്ങനെ നൽകുന്ന പണത്തിൽ വെട്ടിപ്പും വകമാറ്റലും നടത്തുമെന്ന് മാർക്കറുടെ കൈകളിൽ എത്തില്ല എന്നുമാണ് പ്രചാരണം. വയനാട്ടിലെ ദുരന്തത്തിന് മുഖ്യ കാരണം സർക്കാർ ഒത്താശയോടെ തുടരുന്ന പാറ പൊട്ടിക്കലും അനധികൃത നിർമ്മാണങ്ങളുമാണ് എന്ന് ഭൗമശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞത് ഓർക്കാതെ വയ്യ. ഓരോ ദുരന്തം വരുമ്പോഴും നമുക്ക് ഗാഡ്ഗിൽ റിപ്പോർട്ട് പൊടിതട്ടിയെടുക്കാം, പിന്നെ അതിനെ വലിച്ചെറിയാം, കാത്തിരിക്കാം അടുത്ത ദുരന്തം വരെ.